വളരെ പ്രശസ്തമായ ചെമ്മീൻ എന്ന സിനിമയിൽ ഒരുപാട് പ്രശസ്തി ഉണ്ടാക്കിയൊരു ചിത്രമാണല്ലോ. അതിൽ ഷീലാമ്മയുടെ അമ്മയായിട്ട് ചക്കി മരക്കാത്തി അല്ലേ, ആ കഥാപാത്രം വളരെ തന്മയത്തോടു കൂടി തന്നെ അമ്മ അവതരിപ്പിക്കുകയും ചെയ്തു. അതിന് അവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു കുന്തവും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. വളരെ ഭംഗിയായിട്ട് ചെയ്ത ഒരു വേഷമാണത്. എല്ലാവരും അതിനെക്കുറിച്ച് പറയുകയും ചെയ്തതാണ്. അമ്മ അസലായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, കടപ്പുറവും കണ്ടിട്ടില്ല, മരക്കാന്മാരുടെ ജീവിത രീതിയും കണ്ടിട്ടില്ല. കാര്യമായിട്ട് സാറ് ഈ മുടിയനായ കുട്ടർ നന്നായിട്ട് അഭിനയിച്ചെന്നും പറഞ്ഞ് ഞാൻ കാര്യമായിട്ട് സാർ ഇവിടെ വന്ന് എന്നെ വിളിച്ചോണ്ട് പോയി. പിന്നെ ഇത്ര തന്മയത്വമായിട്ട് എങ്ങനെ ഒരു മരക്കാത്തി എങ്ങനെ സംസാരിക്കും, അവരെങ്ങനെ പെരുമാറും എന്നൊക്കെ ഉള്ളൊരു എങ്ങനെ മനസ്സിലാക്കിയെടുത്തത്? കടപ്പുറം കണ്ടിട്ടില്ല, അവരുടെ ജീവിത രീതി അറിയില്ല. അടൂരോടാ കടപ്പുറം. പിന്നെ എങ്ങനെ മനസ്സിലാക്കിയെടുത്തമ്മയത്? അത് എൻ്റെ മോനെ എല്ലാം തലയിലിട്ടാ. അമ്മയ്ക്ക് ഈ 69 അല്ലേ, 69 ഈ സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്? കള്ളിച്ചെല്ലമ്മയും കടൽപ്പാലും കാരണമില്ല. അത് എന്ത് അവാർഡായിരുന്നു അമ്മയ്ക്ക് കിട്ടിയത്? നല്ല നടിക്കുള്ളതാണോ സഹനടിക്കുള്ളതാണോ? സഹനടിക്ക്. സഹനടിക്ക്, അത് ശരി. പിന്നെ അമ്മ ചെയ്തിട്ടുള്ള ഒരു കൂടുതൽ ക്യാരക്ടേഴ്സിലും വളരെ ഈ പറഞ്ഞ പോലെ ഒരു മൂശേട്ട, ആരുടെ അങ്ങനെ സംസാരിക്കുന്ന ഒരു അമ്മായിയമ്മ പല പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. ഒരു മൂശേട്ട സ്വഭാവമുള്ള സ്ത്രീയായിട്ട്. മോൻ പറയാ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യുക. അല്ല നമ്മൾ മൂശേട്ടായിട്ട് ചെന്നാല് ആരെങ്കിലും കേൾക്കുമോ, കാണുമോ? ഡയറക്ടർ പറയുന്നു, കിട്ടുന്ന ക്യാരക്ടർ അതുപോലെ ആയിപ്പോയി അല്ലേ. അതൊക്കെ വളരെ ഭംഗിയായിട്ട് അമ്മ അവതരിപ്പിക്കുകയും ചെയ്തു. പിന്നെ അവാർഡുകളൊന്നും കിട്ടിയില്ല. ഈ അവാർഡിനെ കുറിച്ച് അമ്മയുടെ അഭിപ്രായം എന്താണ്? ഈ അവാർഡ് ഇപ്പോഴും ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവമാണ്. അവാർഡിനെ കുറിച്ച് പലരും പല രീതിയിൽ സംസാരിക്കുന്നു. അമ്മയുടെ അഭിപ്രായം എന്താണ് ഈ അവാർഡിനെ കുറിച്ച്? എനിക്കൊരു അഭിപ്രായവും പറയാനില്ല. ഇല്ല. ഈ കഴിഞ്ഞ 22-ാം തീയതി രാമുകാരിയേട്ട അവാർഡ്, ഫസ്റ്റ് നടിക്കുള്ള അവാർഡ് എനിക്കാണെന്നും പറഞ്ഞ് എന്നെ വിളിച്ചു. തൃശ്ശൂരാ, 10,001 രൂപ തരും. ഞാനീ വയ്യാത്ത ഞാൻ ചിന്തിച്ച് നോക്ക്, തൃശ്ശൂരെന്ന് പറഞ്ഞാൽ ഫോട്ടോ കൊടുത്തതിനും ഭംഗിയല്ലോ. ദൂരം കുറേ ഉണ്ട്. എനിക്ക് വണ്ടിക്കകത്തിരിക്കാൻ വയ്യ. ഇത് വെച്ച് ഓരോരുത്തർ മുതലെടുക്കുക. പോയില്ല എന്നിട്ട് പോയി. ഈ TG രവി അയാളാണ് എന്നെ വിളിക്കണമെന്ന് നിർബന്ധിച്ചത്. എനിക്കും അത്രയേ ഉള്ളൂ.